കെ.സി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ അണികൾ മുഖ്യമന്ത്രി കെ.സി എന്ന ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ പ്രതികരണവുമായിട്ട് കെ.സി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി വേണുഗോപാൽ പറയുന്നത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും പ്രചാരണത്തിന്റെ രീതിയിൽ ആരുടെയെങ്കിലും ബോർഡ് വെക്കുന്നതോ ബാനർ കെട്ടുന്നതോ മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഒരു ഘടകമല്ല എന്നും കെ.സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് വേണ്ടി ഫ്ലെക്സോ ബാനറോ ഉയർത്താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിലെയും അസമിലെയും വിജയം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് കാണാനാകില്ല. അസമിലെ നിയോജക മണ്ഡലങ്ങളെ വെട്ടിമുറിച്ച് മണ്ഡല പുനർനിർണയം നടത്തി. ആ രീതി കണ്ടാലറിയാം വേറൊരു പ്രതിപക്ഷ പാർട്ടിക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഇത് തന്നെയാണ് ദേശീയ തലത്തിലും കേന്ദ്രം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റക്കെട്ടായിട്ട് ബില്ലിനെ എതിർത്തത്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകും. തമിഴ്നാട്ടിലെ വിജയുടെ ജയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തമിഴ്നാട്ടിൽ ഇത്തരം പ്രതിഭാസം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ജനവിധി മാനിക്കണമെന്നായിരുന്നു മറുപടി. ടി.വി.കെക്ക് പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തിന് എന്താണ് വഴി എന്ന് വരും ദിവസങ്ങളിൽ പാർട്ടി തീരുമാനിക്കുമെന്നും കെ.സി വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് LDF ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്ത ധിക്കാരപരമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു. അതിനുള്ള മറുപടി ജനം നൽകിയേ തങ്ങളുടെ പോക്ക് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള തയ്യാറെടുപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തേണ്ടത് എന്നും കെ.സി വേണുഗോപാൽ പറഞ്ഞു.